നമ്മുടെ കമ്പനി ഒരു വീടാണെന്ന് വിചാരിക്കുക. ആ വീട് നമ്മൾ താമസിക്കാനായിട്ട് പണിയുന്നതും വാടകയ്ക്ക് കൊടുക്കാനായിട്ട് പണിയുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ചിലർ പറയും ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ നമ്മൾ ഭയങ്കര അവരെ ഫിയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരടുത്തൊരു ഫണ്ട് റേസിന് വേണ്ടി നമ്മളെ ജമ്പേൽപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടും. ശരിക്കും അതൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്, പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചുകൊണ്ട് എക്സിറ്റിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്, അല്ലെങ്കിൽ എക്സിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എക്സിറ്റിനെ കുറിച്ച് ബോധവാനായിരിക്കുന്നത് നല്ല കാര്യമാണ്. ക്യാപിറ്റൽ ഇത്ര ഇക്വിറ്റിക്കാണ് നമ്മൾ ഇത്ര ഫണ്ട് റേസ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്ര ഇക്വിറ്റിയാണ് ഫൗണ്ടറിൻ്റെ അടുത്തുള്ളത്, മറ്റേ കോ ഫൗണ്ടറിൻ്റെ അടുത്തുള്ളത്. നോർമലി കമ്പനീസ് ഇത് ഹൈഡ് ചെയ്യുന്നുണ്ട് സംസാരിക്കുമ്പോൾ. പലപ്പോഴും എന്താണ് ഇതിൻ്റെ ഒരു കാര്യം, അതായത് ഈ ഹൈഡ് ചെയ്യുന്നതിൻ്റെ റീസൺ? ഇപ്പോൾ സീരീസേ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, 1 മില്യൺ എത്തിയല്ലോ, അടുത്ത വർഷം നമ്മൾ 3 മില്യൺ എത്തും, അടുത്ത വർഷം 9 മില്യണോ 6 മില്യണോ എത്തും. ഇതാണ് നമ്മൾ സൈനപ്പ് ചെയ്യുന്നത്.